ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇവരുടെ അക്കൌണ്ടുകളിൽ ജനം നിക്ഷേപിച്ച് നടത്തിയ പണമില്ല. നിക്ഷേപം സ്വീകരിച്ച് നൂറുകണക്കിന് കോടികൾ ഉടമകൾ എന്ത് ചെയ്തുവെന്ന് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവരുന്നു. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് ഇടപാടുകാർക്ക് കമ്പനി ഓഫർ ചെയ്ത പണം തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അക്കൌണ്ട് ഫ്രീസിംഗ് കോടതി നീക്കി നൽകാത്തതിനാലാണ് തുക മടക്കി നൽകാൻ സാധിക്കാത്തത് എന്നാണ്. അനവധി നിക്ഷേപകർ പണം പിൻവലിക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ഓരോ ദിവസവും ഓരോ ന്യായീകരണങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്. മറുവശത്ത് കമ്പനികളുടെ ആസ്തികൾ സംബന്ധിച്ച് കണക്കെടുപ്പുകൾ കളക്ടർമാർ നടത്തിവരികയാണ്. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ MLA അനിൽ അക്കരയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെ: ഹൈറിച്ച് തട്ടിപ്പ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. 1,80,00,000 അംഗങ്ങളുടെ അറിവിലേക്ക് 2023 നവംബർ വരെ ഇവരുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ ആകെ പോലീസ് റിപ്പോർട്ട് അനുസരിച്ചുള്ളത് രൂപ 65 കോടിയിൽ താഴെ മാത്രം സംഖ്യയാണുള്ളത്. ഇതിൽ നിന്നും ഡിസംബറിൽ രൂപ 51.5 കോടി രൂപ GST അടച്ച് ബാക്കി 15 കോടി രൂപയിൽ വലിയ സംഖ്യ ഇവർ ക്യാഷായി പിൻവലിച്ചു. ഇനി വളരെ കുറച്ച് പൈസ മാത്രമാണ് ഇവരുടെ അക്കൌണ്ടിലുള്ളത്. OTTയിൽ സിനിമ കണ്ടവരുടെ എണ്ണവും മനസ്സിലായല്ലോ. ഹൈറിച്ച് വിവിധ ഇനങ്ങളിലായി 1000-ലധികം കോടി രൂപ പിരിച്ചെടുത്തു എന്നാണ് കണക്കാക്കുന്നത്. OTT നിക്ഷേപവുമായി തന്നെ നൂറുകണക്കിന് കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നിക്ഷേപകർക്കെല്ലാം എങ്ങനെ പണം തിരികെ നൽകും എന്നതിനെക്കുറിച്ച് ഹൈറിച്ച് ഉടമകൾക്ക് ആശങ്കയില്ല. ഇവർ നിറഞ്ഞ സന്തോഷത്തിലാണ്. ആശങ്കയാകട്ടെ ഇടപാടുകാർക്കും നിക്ഷേപകർക്കും മാത്രം. പലതവണ ജയിലിൽ കിടന്ന ഞങ്ങൾ ഈ കേസിലും ഇനി കുറച്ചുനാൾ ജയിലിൽ വീണ്ടും കിടക്കാൻ തയ്യാറാണെന്നും ജയിലിൽ പോയാൽ ആർക്കും പണം തിരികെ കിട്ടില്ല എന്നുമാണ് ഹൈറിച്ച് ഉടമകളായ പ്രതാപന്റെയും മറ്റും പ്രചാരണം. എന്നാൽ കമ്പനിയുടെ നിലവിലെ ആസ്തിയും ഉടമകളുടെ സ്വത്തും കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഉടമകൾക്കാകട്ടെ വാഹനങ്ങളല്ലാതെ സ്വന്തമായി രേഖാമൂലം വലിയ ആസ്തിയൊന്നുമില്ല. അതിനാൽ തന്നെ അക്കൌണ്ടിലുള്ള നിക്ഷേപങ്ങൾ പരാതിയുള്ളവർക്ക് വീതിച്ച് നൽകുവാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കും. ആദ്യം ലഭിച്ച പരാതികളിൽ ആദ്യം പണം മടക്കി കൊടുക്കാനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. പരാതികളില്ലാത്തവർക്ക് പണം തിരികെ കിട്ടാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. പരാതികളില്ലാത്തവർ ഹൈറിച്ച് ഉടമകളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കേണ്ടിയും വരും. കളക്ടർ നിയമ നടപടികൾ നടത്തുമ്പോൾ പരാതിയുള്ളവർക്ക് അക്കൌണ്ടിലെ അവശേഷിക്കുന്ന തുക വീതിച്ച് നൽകാനാണ് സാധ്യതകൾ. ബഡ്സാറ്റ് കേസ് അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഹൈറിച്ച് ഉടമകൾക്കെതിരെയുള്ള നടപടികൾ നടക്കുന്നത്. മുമ്പ് ഹൈറിച്ചിനെതിരെ CBIക്ക് നൽകിയ പരാതിയിൽ നടപടികൾ തുടങ്ങിയിരുന്നു. ഹൈറിച്ചിനെതിരെ CBI അന്വേഷണത്തിന് തുടക്കമിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറി അജികുമാറാണ് ഉത്തരവിറക്കിയത്. 1.8 കോടി ആളുകളിൽ നിന്ന് പണപ്പിരിവ് കമ്പനി നടത്തിയെന്നാണ് സംശയിക്കുന്നത്. ഹൈറിച്ച് ഉടമകൾ നികുതി വെട്ടിപ്പിനും മറ്റ് കേസുകൾക്കും ജയിലിൽ പോയിരുന്നു. അനധികൃതമായി ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് നടപടി. ഹൈറിച്ചിന് ജനങ്ങളിൽ നിന്ന് 1 രൂപ പോലും നിക്ഷേപം സ്വീകരിക്കാൻ അധികാരമുള്ളതല്ല. കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആസ്തികളും കമ്പനിയുടെ വാഹനങ്ങളും അടക്കം കണ്ടുകെട്ടിക്കഴിഞ്ഞു. ബാങ്ക് അക്കൌണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ശ്രീനാഥ് പ്രതാപനാണ് കമ്പനിയുടെ മറ്റൊരു ഉടമയും CEOയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.